കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ തീരദേശത്ത് ചിലയിടങ്ങളിൽ കടലാക്രമണം അനുഭവപ്പെടുന്നുണ്ട്. കർണാടക വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലിന്റെ ഭാഗമായി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തയ്യേനി, ചിറ്റാരിക്കാൽ, വായിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നത്. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. ഇതേ തുടർന്ന് ചെറുപുഴയിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നു. മലയോരത്ത് പെയ്യുന്ന തോരാമഴയിൽ ചൈത്രവാഹിനി പുഴയും കാര്യാങ്കോട് പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാര്യാങ്കോട് പുഴയിലെ വെള്ളപ്പൊക്കം കാരണം പൊടോത്തുരുത്തി, അച്ചാംതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പ്രദേശത്തു നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുളിങ്ങോം വില്ലേജിൽ അനിയന്ത്രിതമായി വെള്ളം കയറിയതിനെ തുടർന്ന് കോഴിച്ചാൽ ഇടക്കോളനിയിലെ തുരുത്തിൽ താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെ മുൻകരുതലിന്റെ ഭാഗമായി ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാനംവയൽ കോളനിയിൽ പുഴയോട് ചേർന്ന് താമസിക്കുന്ന 2 കുടുംബങ്ങളോടും മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. മലയോരത്തെ വെള്ളപ്പൊക്കത്തിന് പുറമെ തീരദേശ മേഖലയും കടുത്ത ഭീതിയിലാണ്. മേൽപ്പറമ്പ്, ചെമ്പരിക്ക, പള്ളിക്കര, കുമ്പള, കോയിപ്പാടി പ്രദേശങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കോയിപ്പാടിയിൽ 3 വീടുകൾ അപകട ഭീഷണിയിലായതിനെ തുടർന്ന് ഒരു കുടുംബത്തോട് അടിയന്തരമായി മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദുമ, ജന്മ കടപ്പുറത്തും കടലാക്രമണം രൂക്ഷമാണ്. ജില്ലാ കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം മാറി നിൽക്കണമെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.